ലക്ഷ്മി നാരായണൻ ഗ്രന്ഥശാല. അതായത് ഈ ക്രിക്കറ്റ് കളിയിലും മറ്റും ഇന്ത്യ ജയിക്കണമെന്ന് എനിക്ക് യാതൊരു വാശിയും ഇല്ല. അത്തരം ഒരു നല്ല കളിക്കാരാകണം, അവർ ജയിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എന്ന് മാത്രമല്ല, എവിടെയൊക്കെ ചുറ്റി നടന്നാലും ഇന്ത്യയിലും കേരളത്തിലും തിരിച്ചെത്തുമ്പോൾ വളരെ സന്തോഷിക്കുന്നത്, ഹൃദയം നിറഞ്ഞ് സന്തോഷിക്കുന്നത് ശരാശരി സാധാരണ പൗരനാണ് ഞാൻ. അതുപോലെ തന്നെ ഇപ്പം ഈ ഭാരതമാതാവ് കടുവാപ്പുറത്തിരിക്കുന്നത് കണ്ട് ഞാൻ കോൾബേക്ക് പോകാറില്ല. അത് എന്നെ പ്രത്യേകമായിട്ട് എന്റെ ശരീരത്തെ കോരിത്തിരിക്കുന്ന ഒരു കാര്യമല്ല ഈ കടുവാപ്പുറത്തിരിക്കുന്ന ആ സ്ത്രീയെ. അതേസമയം ഈ ഭാരത സ്ത്രീക്ക് സംഭവിക്കുന്ന ഭീകരതകൾ കണ്ട് ഞെട്ടാറുണ്ട്. ആ മാതാവ് വേറെ, സ്ത്രീ വേറെ. അപ്പൊ കടുവാപ്പുറത്തെ ഭാരതമാതാവും ചവിട്ടി അരയ്ക്കപ്പെടുന്ന ഭാരത സ്ത്രീയും തമ്മിലുള്ള ഒരു അന്തരം കണ്ട് ഞാൻ വ്യസനിക്കാറുണ്ട്. അതൊരു സാധാരണ പൗരനാണ്. അപ്പൊ ഒരു ഔദ്യോഗിക രാജ്യസ്നേഹി അല്ലാത്ത എന്റെ വിഷയം എന്നാൽ ശരാശരി രാജ്യസ്നേഹത്തിന്റെ ഒരു ചുമകരണത്തെ ഒന്നാണ്. അത് ഇങ്ങനെയാണ് ഞാൻ പേര്. ഇന്ന് എഴുത്തുകാർക്ക് ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് വാസ്തവത്തിൽ ഈ ചോദ്യം ഒരു ക്ലിഷയാണ്. അതായത് അത്രമാത്രം രാഷ്ട്രീയക്കാരും ഒക്കെ കൂടെ ചേർന്ന് അലക്കി ഊടും പാവും പോയ ഒരു വിഷയമാണ് രാജ്യസ്നേഹം. വാസ്തവത്തിൽ രാജ്യസ്നേഹം എന്താണെന്ന് ആർക്കെങ്കിലും നിശ്ചയമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് എന്തൊക്കെയോ നമ്മൾ ഈ റിപ്പബ്ലിക് ഡേയുടെ അന്ന് പട്ടാളം മാർച്ച് ചെയ്യുമ്പോൾ കാണുന്ന ഒരു കുളിരണിയിലൊക്കെയാണ് രാജ്യസ്നേഹം നമ്മൾ വിശ്വസിച്ച് പക്ഷായിട്ടുള്ളത്. അപ്പൊ ഈ ആദ്യം പറഞ്ഞ പോലെ ഈ ക്രിക്കറ്റ് അല്ലെങ്കിൽ യുദ്ധം വരുമ്പോൾ മാത്രം നമ്മുടെ ഉള്ളിൽ ഉണരുന്ന ഒരു 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 വികാരമായിട്ട് ഒരു നുണക്കയായിട്ട് രാജ്യസ്നേഹം മാറിയിട്ടുണ്ട്. അതേസമയം പൗരനോട് കാണിക്കേണ്ട സാമാന്യ മര്യാദയുടെ കാര്യത്തിൽ നമുക്ക് യാതൊരു രാജ്യസ്നേഹമില്ല. ഈ പരിസ്ഥിതി ശുചിയായിട്ട് നമ്മുടെ ഈ രാജ്യത്തിന്റെ ഈ രാഷ്ട്രത്തിന്റെ പരിസ്ഥിതി ശുചിയായിട്ട് സ്വീകരിക്കേണ്ട അങ്ങനെ അതിനെ കൊണ്ടുപോകേണ്ട കാര്യത്തിൽ നമുക്ക് യാതൊരു രാജ്യസ്നേഹവുമില്ല. പൊതുജന സേവനത്തിൽ പാലിക്കേണ്ട സത്യം പാലിക്കുന്നതിൽ നമുക്ക് യാതൊരു രാജ്യസ്നേഹവുമില്ല. അതുപോലെ ഒരു 100,000 കാര്യങ്ങൾ ഗതാഗതത്തിലില്ല. പക്ഷെ രാജ്യസ്നേഹം, പക്ഷെ ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റ് കളിക്കുമ്പോൾ യുദ്ധം ഉണ്ടാകുമ്പോൾ അതൊരു ചായം തേച്ച പ്രേതത്തെ പോലെ ത്രിവർണ്ണപതാകയും കൊണ്ട് അലറി ഉയർന്നു വരുന്നതായിട്ട് കൊണ്ടാണ്. ആ സമയത്ത് രാജ്യസ്നേഹം ഉണ്ടാവും. ബാക്കി സമയത്ത് ഇന്ത്യ നമ്മൾക്കൊരു കൈ കൊണ്ട് തട്ടി കൊടുക്കുന്ന സാധനം. അപ്പൊ ഈ ഇന്ത്യക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എഴുത്തുകാരൻ എന്ത് ചെയ്യാൻ ചോദ്യം ഈ തൊലിപ്പുറത്തെ രാജ്യസ്നേഹത്തിന്റെ പല്ലവികളൊന്നാണ്. പക്ഷെ ഈ ക്ലിഷയെ അത് ഒരു ക്ലിഷയെ അല്ലാതാക്കി തീർക്കാൻ എഴുത്തുകാരൻ തയ്യാറാകേണ്ട ഒരു സന്ദർഭം വന്നിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എഴുത്തുകാരൻ എന്ന് ഞാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിവിടെ നമ്മുടെ ഇന്ത്യൻ പുരുഷ മേധാവിത്വത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എഴുത്തുകാരി എന്ന പദത്തിന് എഴുത്തുകാരൻ എന്ന് പറഞ്ഞ് പഠിച്ചു പോയൊരു കാര്യമാണ്. എഴുത്തുകാരനും എഴുത്തുകാരിയും. എഴുത്തുകാരി എന്ന് ആദ്യം പറഞ്ഞാൽ ടീച്ചർ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മൾ എഴുത്തുകാരിയെ കുറ്റപ്പെടുത്തുന്ന പോലെ ആകുന്ന ഒരു അവസ്ഥ ഇന്ന് വന്നിട്ടുണ്ട്. എഴുത്തുകാരനോട് എഴുത്തുകാരി എന്ന് ചോദിച്ചാൽ ആ തരത്തിൽ ഉള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എഴുത്തുകാരൻ എന്ന് വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്തരം മുദ്രാവാക്യങ്ങൾക്ക് അപ്പുറത്ത് ഇന്ത്യക്ക് വേണ്ടി എഴുത്തുകാരന് ഒരു പ്രത്യേക കരുതൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യ എന്ന ഈ സാധുജനങ്ങളുടെ രാഷ്ട്രം നാം എഴുതുന്ന ഈ സാഹിത്യത്തെക്കാളും, നമ്മൾ എഴുന്നള്ളിക്കുന്ന ദൈവങ്ങളെക്കാളും, നമ്മൾ പൊക്കിപ്പിടിക്കുന്ന ദൈവങ്ങളെക്കാളും, നമ്മൾ വലിച്ചുകൊണ്ട് നടക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളെക്കാളും വിലയേറിയതാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം. മഹനീയവും ഔദാര്യപൂർണവുമായ ഒരു ജനാധിപത്യമാണ് നമ്മുടെ. അതിന്റെ എല്ലാ കുറവുകളോടും കുറ്റങ്ങളോടും കൂടി അതൊരു മഹനീയമായ ജനാധിപത്യമാണ്. മതേതരത്വവും
സാംസ്കാരിക പാരസ്പര്യവുമാണ് ജനാധിപത്യത്തിന്റെ അടിത്തറ. ദാരിദ്ര്യത്തെയും ഭരണാധികാരികളുടെ ജീർണതയെയും വിഭജനം മതമൗലികവാദികളുടെ മതതീവ്രവാദികളുടെ പ്രഹരങ്ങളെയും അതിജീവിച്ച് ഇന്ത്യയിലെ സാധുജനങ്ങളുടെ ഈ ജനാധിപത്യം മുന്നോട്ട് പോവുകയാണ്. അതിന്മേൽ സ്വേച്ഛാധികാര മോഹികൾ പിടിമുറുക്കാതിരിക്കാൻ ശ്രദ്ധ പതിപ്പിക്കേണ്ട ചുമതല എഴുത്തുകാരിക്ക് ഇന്ന് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യയിലെ കോടാനുകോടി സാധുജനങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ഒരു പ്രത്യാശയുണ്ട്. അവരും കൂടി ഇന്ത്യയുടെ ഐശ്വര്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു ഭാവിയെക്കുറിച്ചുള്ള ഒരു വമ്പിച്ച പ്രത്യാശയാണ്. നിങ്ങൾ ബോംബെ ജീവിക്കുന്ന നിങ്ങളോട് ആരാണ് സാധുജനങ്ങൾ, എന്താണ് സാധുജനങ്ങൾ എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആ പ്രത്യാശയാണ്, ഈ കോടാനുകോടി സാധുജനങ്ങളുടെ പ്രത്യാശയാണ് ഈ രാഷ്ട്രത്തിന്റെ ഊർജം. ഇന്ത്യയിലെ മുതലാളിത്തങ്ങളും ജാതി മത ശക്തികളും തത്വഹീനരായ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് നടത്തുന്ന ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങളെ വീണ്ടും വീണ്ടും തോൽപ്പിക്കുന്നത് ഈ സാധുജനങ്ങളുടെ പ്രത്യാശയാണ്. അവിശ്വസനീയമായ ബഹുസ്വരതയും ബഹുമുഖത്വവുമുള്ള ഒരു ജനാധിപത്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ എനിക്ക് തോന്നുന്നത് 30 എത്ര സംസ്ഥാനങ്ങളുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 30-ലേറെ സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് മൊഴിമാറ്റം ചെയ്യാതെ പരസ്പരം സംസാരിക്കാൻ വയ്യ, ആശയവിനിമയം ചെയ്യാൻ. ഇതൊരു അത്ഭുതകരമായ കാര്യമാണ്. മഹാരാഷ്ട്രയിൽ വന്നാൽ മഹാരാഷ്ട്രക്കാരോട് ഞാൻ സംസാരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ എനിക്ക് ഞാൻ ഹിന്ദി പറയണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയണം. അപ്പൊ ആ തരത്തിൽ ഉള്ള ഒരു പരിപൂർണമായിട്ട് വൈവിധ്യം നിറഞ്ഞ ഒരു സമൂഹം ഒരു രാജ്യമായിട്ട് നിലനിൽക്കുകയാണ്. എന്നിട്ടും നാം ഇന്ത്യക്കാരായി ഒന്നിച്ച് ജീവിതം പങ്കുവയ്ക്കുന്നു. മനോഹരമായ ഈ ദേശീയ ബോധത്തെ തട്ടിക്കൊണ്ടുപോകാൻ ഒരു സ്വേച്ഛാധിപതിയെയും അനുവദിക്കാൻ പാടില്ല. നിർഭാഗ്യവശാൽ ഇന്ന് ഇന്ത്യയിൽ വർഗീയ സ്വേച്ഛാധിപത്യത്തിന് മുഖംമൂടികൾ അനവധിയാണ്. നമ്മെ എത്തിപ്പിടിച്ചു കഴിഞ്ഞു എന്ന പ്രതീതി ഉളവാക്കുന്നതാണ് വർഗീയ സ്വേച്ഛാധിപതികളുടെ പ്രചാരണം. ഈ സ്വേച്ഛാധികാര മോഹികൾക്ക് പിന്നിൽ വർഗീയ ശക്തികൾ മാത്രമല്ല, മാധ്യമങ്ങളും മുതലാളിത്തങ്ങളും വിദേശ താല്പര്യങ്ങളും ഒന്നിച്ചു നിൽക്കും. ഫാഷിസത്തിന് മുമ്പിൽ ബുദ്ധിജീവികളും എഴുത്തുകാരും ജാഗരൂകരല്ലെങ്കിൽ, കാരണം ബുദ്ധിജീവികളുടെ എഴുത്തുകാർ പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ ബുദ്ധിജീവികളും എഴുത്തുകാരും ഒന്നും ചെയ്യുന്നില്ല, നിങ്ങളല്ലേ ഇതൊക്കെ പറയേണ്ട ഇത്തരം കാര്യങ്ങൾ എന്ന് പറയാറുണ്ട്. പക്ഷേ അത് പറയേണ്ടത് എന്ന് മറ്റുള്ളവർ വിശ്വസിക്കുന്ന ഈ ബുദ്ധിജീവികളും എഴുത്തുകാരും തന്നെ ജാഗരൂകരല്ലെങ്കിൽ പൗരന്റെ കാര്യം നമ്മൾ എന്താണ് പറയുക? അവർക്കത് കഴിയുന്നില്ലെങ്കിൽ പൗരന് എങ്ങനെ കഴിയും? സാധുജനങ്ങളുടെ നാടായ ഇന്ത്യയിലെ ബുദ്ധിജീവിക്കും എഴുത്തുകാരനും സ്വേച്ഛാധിപത്യത്തിന് മുമ്പിൽ മുട്ടുമടക്കാതിരിക്കാനുള്ള കടമയില്ലേ? അവൻ മുട്ടുമടക്കിയാൽ പിന്നെ സാധാരണക്കാരനെ എന്തിനു കുറ്റം പറയണം? ജനാധിപത്യത്തിന്റെ ഔദാര്യങ്ങളെ തട്ടിയെടുക്കുക. ജനാധിപത്യം നമുക്ക് ധാരാളം സ്വാതന്ത്ര്യങ്ങൾ തന്നിട്ടുണ്ട്, അവിശ്വസനീയമായ സ്വാതന്ത്ര്യങ്ങൾ. നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഔദാര്യങ്ങളെ തട്ടിയെടുത്ത് അവയുടെ മറവിൽ വർഗീയ സ്വേച്ഛാധിപതികളെ നുഴഞ്ഞു കയറ്റാൻ പരിശ്രമിക്കുന്ന ഇന്ത്യൻ മുതലാളിത്ത വർഗീയ ശക്തികൾക്ക് ഒരു ഉന്നമനമുണ്ട്. ആ സ്വേച്ഛാധിപതിയിലൂടെ അവരുടെ അജണ്ട ഇന്ത്യയിൽ നടപ്പാക്കുന്നു. പക്ഷേ ഇന്ത്യയിലെ സാധുജനങ്ങൾ അവരുമായിട്ടൊരു വലിയ വ്യത്യാസമുണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സാധുജനങ്ങളുടെ ക്ഷമയും പരിത്യാഗവും അവസാനമില്ലാത്തതാണ്. മുതലാളിമാരും വർഗീയ ശക്തികളും ഒരു വമ്പിച്ച ആർത്തി കൊണ്ട ധൃതിയിലാണ്. അവരൊരു ഫാസ്റ്റ് ട്രാക്കിലാണ്. അവരുടെ ആർത്തി വലുതാണ്. ഒരുപക്ഷെ അത് തന്നെയായിരിക്കും അവരെ അടിപതറിക്കുക. അവർ അടിപതറിയാലും ഇല്ലെങ്കിലും ഫാഷിസത്തിന്റെ പൊട്ടിക്കലാശം കഴിയുമ്പോൾ എഴുത്തുകാരനും ബുദ്ധിജീവിക്കും ഞാൻ സാധുജനങ്ങളുടെയും ജനാധിപത്യത്തിന്റെയും പക്ഷത്തായിരുന്നു, ഇന്നുമാണ് എന്ന് പറയാൻ കഴിയേണ്ടതല്ലേ? ഇതാണ് എന്റെ അടിസ്ഥാന ചോദ്യം.
പകരം സ്വേച്ഛാധിപതിയുടെയും മുതലാളിയുടെയും വർഗീയതയുടെയും സദ്യ ഉണ്ണാൻ ഞാൻ പോയി എന്ന് പറയേണ്ടി വന്നാലും അതുകൊണ്ടാണ് ഞാൻ കപോല വ്യായാമം പോലെ ആയിത്തീർന്ന ഈ ചോദ്യത്തെ പുനരുദ്ധരിക്കുന്നത്. എഴുത്തുകാർക്ക് ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യത്തിന് ഒന്നാമതായും അവസാനമായും ഒരു ഉത്തരമേ ഉള്ളൂ. എഴുത്തുകാരൻ സാധാരണ പൗരന്റെയും സാധുജനങ്ങളുടെയും പക്ഷത്ത് നിന്നുകൊണ്ട് സാംസ്കാരികവും രാഷ്ട്രീയവുമായ എല്ലാ പ്രതിലോമ ശക്തികളെയും എല്ലാ ഫാഷിസ്റ്റ് പ്രവണതകളെയും അവന്റെ ചിന്തയും എഴുത്തും വാക്കും പ്രവൃത്തിയും കൊണ്ട് ചെറുക്കുകയും തുറന്നു കാട്ടുകയും ചെയ്യണം. എഴുത്തുകാരനായ ഞാൻ ഏറ്റവും വിശിഷ്ടമായ കഥയോ ഏറ്റവും വിശിഷ്ടമായ കവിതയോ നാടകമോ എഴുതിയിരിക്കാം. പ്രശസ്തിയും പുരസ്കാരങ്ങളും പദവികളും നേടിയിരിക്കാം. വൻ റോയൽറ്റികൾ സമ്പാദിച്ചിരിക്കാം. പക്ഷെ ഇവ കൊണ്ടെല്ലാം ഇന്ത്യയോടുള്ള എന്റെ കടമ നിർവഹിച്ചു എന്ന് ഞാൻ കരുതിയാൽ ഞാൻ വെറും ഒരു ശരാശരി സ്വാർത്ഥൻ മാത്രമാണ്. മതതീവ്രവാദങ്ങളും ജാതി ശക്തികളും ഫാഷിസ്റ്റ് പരിവാരങ്ങളും ജീർണിച്ച ഭരണകൂടങ്ങളും ആർത്തിപൂർണ്ണ ഉദ്യോഗസ്ഥ സമൂഹങ്ങളും അധപ്പതിച്ച രാഷ്ട്രീയ പാർട്ടികളും അവസരവാദികളായ മാധ്യമങ്ങളും ഹൃദയശൂന്യരായ മുതലാളിത്തങ്ങളും അടിമപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ഇന്ത്യയിൽ ഒരു എഴുത്തുകാരൻ ഒരു നല്ല ഇന്ത്യക്കാരനും ദേശസ്നേഹിയും മനുഷ്യസ്നേഹിയുമായി ഇരിക്കാനായി ലോകത്തിലെ ഏറ്റവും മനോഹരമായ കവിത അല്ലെങ്കിൽ കഥ എഴുതി ചാരുകസാരയിൽ ചാഞ്ഞിരുന്നാൽ പോരാ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ സ്കാൻഡിനേവിയയിൽ അത് മതിയായിരിക്കും, അല്ലെങ്കിൽ ഫ്രാൻസിൽ അത് മതിയായിരിക്കും. പക്ഷേ ഇന്ത്യയും അതിന്റെ ജനാധിപത്യവും വൻ വിപത്തുകളെ അഭിമുഖീകരിക്കുകയാണ്. ഇവിടെ ഇനിയും കോടിക്കണക്കിന് ജനങ്ങൾ ദരിദ്രരാണ്. തന്റെ എഴുത്തിന്റെ മേൽ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ഇവിടെ ഇനിയും കോടിക്കണക്കിന് ആളുകൾ ജനങ്ങൾ ദരിദ്രരാണ്, പൗരങ്ങൾ ദരിദ്രരാണ്. തന്റെ എഴുത്തിന്റെ മേൽ മഹത്വത്തിന്റെ മുദ്ര ചാർത്തി തന്നവരും തന്നെ വാനോളം ഉയർത്തിയവരുമായ പൗരന്മാരോട് ഒരു എഴുത്തുകാരൻ കലയുടെ കൊടുക്കൽ വാങ്ങലുകൾക്കപ്പുറത്ത് ചില കടമകളുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ആശയ സംവേദകൻ എന്ന നിലയ്ക്ക് അവൻ ജനങ്ങൾക്ക് വേണ്ടി ജാഗരൂകനായിരിക്കണം. ഞാൻ എന്റെ എഴുത്തിലൂടെ സൗന്ദര്യവും അർത്ഥവും എല്ലാം സൃഷ്ടിക്കുമ്പോഴും എന്റെ സമൂഹത്തിന് സംഭവിക്കുന്ന എന്താണ് എന്നതിനെപ്പറ്റി ഞാൻ പരിപൂർണ്ണ ശ്രദ്ധാലുവായിരിക്കണം. എന്റെ എഴുത്തിന്റെ മികവിന് നൽകുന്ന അത്രയും ശ്രദ്ധ, അല്ലെങ്കിൽ അതിലുമേറെ ശ്രദ്ധ എന്നെ ഞാനാക്കിയ എന്റെ സമൂഹത്തിന്റെ അവസ്ഥാവിശേഷങ്ങൾക്ക് ഞാൻ നൽകേണ്ടതുണ്ട്. എന്റെ കണ്ണും ചെവിയും തുറന്നു പിടിക്കാനും ഞാൻ എല്ലാ സ്വാധീനങ്ങൾക്കും പുറത്ത് സർവസ്വതന്ത്രനായി നിലകൊള്ളണം. കണ്ണും ചെവിയും തുറന്നു പിടിച്ചുകൊണ്ട് അതിനു പകരം ഞാൻ ജനാധിപത്യ വിരുദ്ധവും മതേതരത്വ വിരുദ്ധവും മാനവികത വിരുദ്ധവുമായ ശക്തികൾക്ക് കീഴടങ്ങിയാൽ എന്റെ സമൂഹത്തിന്റെ യാഥാർത്ഥ്യത്തെ പറ്റി എങ്ങനെ എന്റെ വായനക്കാരെ ഞാൻ അറിയിക്കും? ഇതാണ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം. എന്റെ എഴുത്തിൽ സൗന്ദര്യം ഉണ്ടായേക്കാം, പക്ഷെ സത്യം ഉണ്ടാവില്ല. ഞാൻ വെറും ഒരു മുഖം മൂടിയായി തീരും. എന്റെ പിന്നിൽ നിൽക്കുന്ന ആരുടെയൊക്കെയോ വക്താവായി തീരും. അതല്ലെങ്കിൽ ഞാനൊരു മൂഢനായിരിക്കും. മൂഢനായ എഴുത്തുകാരനും അതുപോലെ തന്നെ അപകടകാരിയാണ്. മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ജാതിയും മതവും സാമ്പത്തിക ലോബികളും എന്റെ ചെവിയിലേക്ക് കോരി ഒഴിക്കുന്ന നുണകളെല്ലാം വിശ്വസിക്കുന്ന ഒരു മൂഢൻ. രണ്ടായാലും എഴുത്തുകൊണ്ട് ഞാൻ സമൂഹത്തോട് ചെയ്യുന്നത് അപ്പോൾ സേവനമല്ല, ചതിയാണ്. കാരണം ബാഹ്യശക്തികൾക്ക് വഴങ്ങി സമൂഹത്തെയും രാഷ്ട്രത്തെയും പറ്റി എന്റെ വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലൂടെ ഞാൻ വഞ്ചകനാകുന്നു. എന്റെ സഹപൗരന്മാരുടെയും എന്റെ വായനക്കാരുടെയും വഞ്ചകൻ. അത്തരം ഒരു വഞ്ചകന് ഒരിക്കലും ഒരു യഥാർത്ഥ എഴുത്തുകാരനാവാൻ സാധ്യമല്ല.
മഹാനായ എഴുത്തുകാരനായി അവൻ കൊട്ടിഘോഷിക്കപ്പെട്ടാലും വഞ്ചകൻ വഞ്ചകൻ തന്നെ. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഇന്ത്യയുടെ സൂര്യന് കീഴിൽ എനിക്ക് ഇടമുണ്ട്. ഈ രാഷ്ട്രത്തിൽ എനിക്ക് ആശയപ്രകാശന സ്വാതന്ത്ര്യമുണ്ട്. ഈ രാഷ്ട്രം, കേരളം പ്രത്യേകിച്ച്, എഴുത്തുകാരെ ആദരിക്കുക മാത്രമല്ല ആരാധിക്കുക കൂടി ചെയ്യും. അത് നിങ്ങൾ ലോകത്തിൽ ഒരിടത്ത് ചെന്നാലും, ഞാൻ കുറേയേറെ യാത്ര ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഈ തരത്തിലുള്ള ഒരു എഴുത്തുകാർക്ക് നൽകുന്ന ആദരവും സ്നേഹവും മറ്റൊരു സമൂഹത്തിലും ഒരു എഴുത്തുകാരനും കിട്ടുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോ ഈ രാഷ്ട്രത്തിനു വേണ്ടിയും ഇത്തരം ഒരു രാഷ്ട്രത്തിനും സമൂഹത്തിനും വേണ്ടിയും സാഹിത്യം എഴുതുന്നതിന് അപ്പുറത്ത് എന്റെ ഏറ്റവും പ്രധാന കടമ ബോധപൂർവം, നിഷ്കർഷാപൂർവം സ്വതന്ത്രനായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കടമ. സ്വതന്ത്രൻ എന്നത് വലിയ അക്ഷരങ്ങളിൽ എഴുതണം, അല്ലെങ്കിൽ സ്വതന്ത്രൻ എന്നത് സ്വർണ്ണം കൊണ്ടുള്ള അക്ഷരങ്ങളിൽ എഴുതണം. കാരണം ഒറ്റ കാര്യമുള്ളൂ, എഴുത്തുകാരൻ സ്വയം സ്വതന്ത്രനല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് മറ്റുള്ളവരെ സ്വതന്ത്രരാകാൻ ശാക്തീകരിക്കുക? അയാൾ ഒരു അടിമയാണെങ്കിൽ അയാൾ എങ്ങനെ മറ്റുള്ളവരെ സ്വതന്ത്രരാക്കാം? എഴുത്തുകാരന്റെ സ്വതന്ത്രതയെ ഞാൻ കാണുന്നത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിട്ടാണ്. പക്ഷേ ആ പ്രഖ്യാപനം വിജയകരമായി നടത്താൻ എഴുത്തുകാരൻ തീവ്രമായ ആത്മപരിശോധന ചെയ്യേണ്ടതുണ്ട്. സ്വന്തം വിശ്വാസ സംഹിതകളെ ആസൂത്രിതമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നാം ആർജിച്ചിട്ടുള്ള വിശ്വാസ സംഹിതകൾ എല്ലാം തന്നെ അവയെ ചോദ്യം ചെയ്യാനോ വസ്തുനിഷ്ഠമായി പരിശോധിക്കാനോ ഉള്ള പ്രാണി നമുക്കില്ലാതിരുന്ന കാലത്തിലും പ്രായത്തിലും നമ്മുടെ തലച്ചോറുകളിൽ മുദ്രണം ചെയ്യപ്പെട്ടവയാണ്. മതം തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. നമ്മുടെ ആദ്യ ശ്വാസത്തോടെ എന്ന് പറയാവുന്ന വിധം മതം നമുക്കുള്ളിൽ സ്ഥാനം പിടിക്കുന്നു. അന്ത്യശ്വാസം വരെ അത് പിടിവിടുന്നില്ല. അതുപോലെ തന്നെ ജാതിയും ഭൂമിയിലെ നമ്മുടെ ഒന്നാം ദിവസം മുതൽ നമ്മെ നീരാളിപ്പിടുത്തപ്പിടിക്കുന്നു. ഇന്ത്യക്കാരനായി ജനിച്ചു പോയി എങ്കിൽ മതത്തോടും ജാതിയോടും ഒപ്പം തലച്ചോറിലും ഹൃദയത്തിലും ആഴത്തിൽ വേരമട്ടുന്ന മറ്റൊരു വിഷവൃഷ്ടമാണ് പുരുഷ മേധാവിത്വ മനോഭാവം. പുരുഷൻ സ്ത്രീയേക്കാൾ മികച്ചവനാണ് എന്ന വിശ്വാസം മുലപ്പാലിനോടൊപ്പം നമുക്കുള്ളിൽ പ്രവേശിക്കുന്നു. വേറെയുമുണ്ട് നമുക്കുള്ളിൽ കടന്നുകൂടി അധിനിവേശം നടത്തുന്ന ദുർഭൂതങ്ങൾ. ഒരു വ്യത്യാസമേ ഉള്ളൂ, യുവ നമുക്കുള്ളിൽ കടന്നുകൂടുന്നത് എപ്പോഴാണ്? നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാമെന്ന തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമാണ്. ഒന്നാം സ്ഥാനം രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. നാം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വിധേയനായിത്തീരും, അതിന്റെ അന്ധവിശ്വാസിയായിത്തീരും. അതിന്റെ നേതാക്കളുടെ മുമ്പിൽ പൗരന്റെ അന്തസ് കൈവെടിഞ്ഞ് നമ്മൾ ഒരു നായയെ പോലെ വാലാട്ടി നിൽക്കും, അനുസരിക്കുന്ന ഒരു നായ. ജനാധിപത്യത്തിലെ ഒരു പൗരന് അവൻ എഴുത്തുകാരനോ പിച്ചക്കാരനോ ആയിക്കൊള്ളട്ടെ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ അധപ്പതനമാണ് രാഷ്ട്രീയ നേതാക്കളുടെ മുമ്പിൽ വാലാട്ടി നിൽക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഭൂതം മാധ്യമങ്ങളുടേതാണ്. മാധ്യമങ്ങൾ, അത് അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും നിർമ്മിക്കുന്ന മായാലോകത്തിനോടുള്ള നമ്മളുടെ അടിമത്തമാണ്. അവ പ്രചരിപ്പിക്കുന്ന അർത്ഥസത്യങ്ങളിലും അസത്യങ്ങളിലും നമ്മൾ വിശ്വസിച്ചു വശാകും. അവയുടെ നിഗൂഢ താല്പര്യങ്ങൾക്ക് നാം തലവെച്ചു കൊടുക്കും. അവ ജനപക്ഷത്ത് നിൽക്കേണ്ടതിന് പകരം ഭരണകൂടത്തിന്റെയും അധികാരത്തിന്റെയും പക്ഷത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്ന വാസ്തവം നമ്മൾ കാണാതെ പോകുന്നു. അവയുടെ ജാതി മത രാഷ്ട്രീയ അജണ്ടകൾ നമ്മളുടെ തലച്ചോറുകളിൽ കുടിയേറാൻ നമ്മൾ അനുവദിക്കുന്നു. ഒരു എഴുത്തുകാരൻ അവന്റെ ഏകപക്ഷീയമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം മേൽപ്പറഞ്ഞ ബന്ധനങ്ങളിൽ നിന്നെങ്കിലും മോചിതയായിരിക്കണം. ഒരു മതമൗലികവാദിക്ക്, ഒരു വർഗീയവാദിക്ക്, ഒരു പുരുഷ മേധാവിത്വ ഭ്രാന്തന്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയ്ക്ക്, ഒരു മാധ്യമ പാവക്കുട്ടിക്ക് എങ്ങനെ സ്വതന്ത്രമായി എഴുതാൻ പറ്റും? എങ്ങനെ യഥാർത്ഥ എഴുത്തുകാരനാകാൻ പറ്റും? കേരളത്തിൻ്റെത് നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. അതായത് വിപ്ലവകാരികളുടെ നാടായാണ് കേരളം അറിയപ്പെടുന്നത്.
ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ നവോത്ഥാനങ്ങളിൽ ഒന്ന് കേരളത്തിൻ്റെതാണ്. അത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരാണ് ഒരു ആരംഭിക്കുന്ന ഭാരതം. മലയാള സാഹിത്യമാവട്ടെ ഇന്ന് ആധുനികത മാത്രമല്ല ആധുനികോത്തരത പോലും അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ മലയാളത്തിലെ യുവതലമുറയിലെ ചില എഴുത്തുകാർ പോലും വർഗീയവാദങ്ങൾക്ക് വശപ്പെടുന്നതും വർഗീയ ഫാഷിസങ്ങളുമായി സഹകരിക്കുന്നതും രാഷ്ട്രീയ പാർട്ടികളുടെ അടിയാന്മാരായി പ്രവർത്തിക്കുന്നതും ഒരു പ്രശ്നമായി കാണുന്നതേയില്ല. വംശവെറിയുടെ രക്തക്കറ പുരണ്ട വർഗീയ സംഘടനകളുടെ പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നതിൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു കണക്കിൽ നോക്കിയാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. കാരണം മുതിർന്ന പല എഴുത്തുകാരും ആരാധ്യ പുരുഷന്മാരും ആരാധ്യ വനിതകളും ഒക്കെ അത്തരമൊരു മാതൃക അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. വർഗീയത എഴുത്തുകാരന്റെ തൊപ്പിയിലെ മറ്റൊരു പൊൻതൂവലാണെങ്കിൽ യുവതലമുറ എന്തിന് സംശയിക്കണം? അവർ മാറി നിൽക്കേണ്ട കാര്യമില്ല. എനിക്ക് എഴുത്തുകാരോടും ബുദ്ധിജീവികളോടുമുള്ള ചോദ്യം ഇതാണ്: നിങ്ങളുടെ തലച്ചോറും ഹൃദയവും മതവിദ്വേഷത്തിനും ജാതി വിദ്വേഷത്തിനും പുരുഷ മേധാവിത്വത്തിനും രാഷ്ട്രീയ വിധേയത്വത്തിനും മാധ്യമ അന്ധതയ്ക്കും അടിമപ്പെട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ആധുനികത അവകാശപ്പെടും? ഉത്തരാധുനികത കാര്യം പോട്ടെ, എഴുത്തിലുള്ള മിടുക്ക് നിങ്ങളെ ആധുനികനാക്കുന്നില്ല. പ്രതിഭാവിലാസം പോലും നിങ്ങളെ ആധുനികനാക്കുന്നില്ല. കാരണം നിങ്ങളുടെ മനസ്സും ഹൃദയവും ആധുനികമല്ലെങ്കിൽ അവ പ്രതിലോമപരവും പ്രാകൃതവുമായ അടിമത്തങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങളുടെ എഴുത്ത് ആധുനികമോ ഉത്തരാധുനികമോ ഒക്കെ ആവും? മനസ്സിലും ഹൃദയത്തിലും ഉള്ളതല്ലേ എഴുത്തിൽ വരും. ഉള്ളിലിരിപ്പൊന്നും വെളിപ്പെടുത്തുന്നത് മറ്റൊന്നുമാകുന്നത് ഇരട്ടത്താപ്പല്ലേ, പ്രത്യേകിച്ച് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം. ആധുനികത എന്താണ്? അത് മനുഷ്യ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. ആധുനികത രൂപം പ്രാപിച്ചത് തന്നെ നിങ്ങൾക്ക് അതിന്റെ എൻഗേജ്മെന്റിന്റെ ചരിത്രം അറിയാമെങ്കിൽ അത് രൂപം പ്രാപിച്ചതിന്റെ സ്വാതന്ത്ര്യം എന്ന ആശയത്തിൽ നിന്നാണ് ഇത് രൂപം പ്രാപിച്ചത്. ആധുനികത മാറ്റത്തെ കുറിച്ചാണ്, മനുഷ്യ മനസ്സിന്റെ ബോധജ്ഞാനപരമായ മുന്നേറ്റത്തെ കുറിച്ചാണ് ആധുനികത. മനുഷ്യാവകാശങ്ങളെ കുറിച്ചാണ്, പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും അവകാശങ്ങളെ കുറിച്ചാണ്. ഭാഷയെയും എഴുത്തിലേക്ക് വരുമ്പോൾ ഭാഷയെയും ഭാവുകതയെയും ശില്പത്തെയും അവയുടെ പാരമ്പര്യങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് പുതിയ രൂപഭാവ അർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് ആധുനികത എഴുത്തിലേക്ക്. സാഹിത്യത്തിനായി മാത്രം ഒരു ആധുനികതയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾ സ്വതന്ത്രനല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സ്വതന്ത്രനല്ലെങ്കിൽ നിങ്ങൾ ആധുനികനല്ല. നിങ്ങളുടെ ആധുനികത ഒരു കപടനാട്യം മാത്രമായിരിക്കും. എഴുത്തുകാരൻ സ്വതന്ത്രനാണെങ്കിൽ അവന്റെ വായനക്കാരും സ്വതന്ത്രരായേക്കാം എന്ന സാധ്യത വർദ്ധിക്കുന്നു. കാരണം എഴുത്തുകാരന്റെ ഉള്ളിൽ ജ്വലിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ പ്രകാശം വായനക്കാരിലേക്കും എത്തും. അപ്പോൾ ഈ വായനക്കാർ ലോകത്തെയും രാഷ്ട്രീയത്തെയും മാധ്യമങ്ങളെയും വിശുദ്ധ ഗ്രന്ഥങ്ങളെയും സോക്കോൾഡ് വിശുദ്ധ ഗ്രന്ഥങ്ങളെയും ദൈവങ്ങളെയും പ്രവാചകന്മാരെയും എല്ലാം കണ്ണു തുറന്നു പിടിച്ച് കാണാത്തവർ. അത് എഴുത്തുകാരൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വായനക്കാരനെയും ആ പാത കാണിച്ചു കൊടുക്കാത്തവർ. പൗരൻ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ സ്വതന്ത്രനാകുന്നതാണ് ജനാധിപത്യത്തിന്റെ സുവർണ മുഹൂർത്തം. ആ സ്വാതന്ത്ര്യ ബോധമാണ് ഇന്ത്യയുടെ മനോഹരമായ എല്ലാ കുറ്റങ്ങളോടും കുറവുകളോടും കൂടിയും സജീവമായ ജനാധിപത്യത്തെ നിലനിർത്തേണ്ടത്. സ്വേച്ഛാധിപതികളിൽ നിന്ന് ആ സ്വാതന്ത്ര്യ ബോധമാണ് നമ്മെ രക്ഷിക്കേണ്ടത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ്. അതുകൊണ്ട് എഴുത്തുകാർക്കും ബുദ്ധിജീവിക്കും ഇന്ത്യക്ക് വേണ്ടി ഇന്ന് ചെയ്യാൻ കഴിയുന്നത് ആദ്യം അവനവനെ സ്വതന്ത്രരാക്കുക എന്നതാണ്. പിന്നീട് ഇന്ത്യയെ ഈ പാവപ്പെട്ടവരുടെ ജനാധിപത്യത്തെ, സാധുക്കളുടെ മതേതരത്വത്തെ മാറോടണക്കുക. കടുവാപ്പുറത്തിരിക്കുന്ന കത്തിവേഷത്തിനെ അല്ല, ഈ ഹൃദയനന്മ നിറഞ്ഞ നല്ലവളായ രാഷ്ട്രത്തെ പ്രണയിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം സാഹിത്യ അക്കാദമിയിൽ പറഞ്ഞ ചില കാര്യങ്ങളിലൂടെ ആവർത്തിക്കുകയാണ്. കുറച്ച് ആവർത്തന സ്വഭാവം വരും. അങ്ങനെ ഒരു പ്രണയത്തിൽ ഏർപ്പെടേണ്ടതിന് കാരണങ്ങളുണ്ട്. കഴിയാണ് എന്നുകൊണ്ടെന്നാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വർഗീയ ഫാഷിസം
ഈ നാടിനോട് കൂറില്ലാത്ത ഇന്ത്യൻ മുതലാളിത്തത്തിന്റെ മുതുകിലേറി ഇന്ത്യയുടെ മേൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്നതിന്റെ ആഘോഷങ്ങൾ കേട്ടു തുടങ്ങി. ഫാഷിസ്റ്റ് ക്ഷുദ്രജീവികൾ തലയെടുപ്പ് കാണിച്ചു തുടങ്ങി. രാജാവും അമ്മയും ന്യായാധിപനും പത്രാധിപന്മാരും മറ്റും അവർക്ക് മുമ്പിൽ താണു വണങ്ങി തുടങ്ങി. ഇത്തരമൊരു ആപത്ഘട്ടത്തിൽ ജനാധിപത്യത്തിൽ വിശ്വാസം അർപ്പിച്ച ഇന്ത്യയിലെ കോടിക്കണക്കിന് സാധുജനങ്ങളുടെ പക്ഷത്ത് ഫാഷിസത്തിനെതിരെ നിലയുറപ്പിക്കാനുള്ള കടമ എഴുത്തുകാരും ബുദ്ധിജീവികളും പുച്ഛിച്ച് തള്ളരുത്. അതിനെ നിസ്സാരമായി കാണരുത്. സാഹിത്യത്തെക്കാൾ വലുതാണ് മനുഷ്യൻ. സാഹിത്യത്തെക്കാൾ വലുതാണ് സ്വാതന്ത്ര്യം. സാഹിത്യത്തെക്കാൾ വലുതാണ് ജനാധിപത്യം. ക്രിക്കറ്റ് കളിയിലും യുദ്ധത്തിലും ചിലർ കണ്ടെത്തുന്ന പ്രാകൃതമായ രാജ്യസ്നേഹത്തെ കുറിച്ചല്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ പറയുന്നത്. ഇന്ത്യയുടെ ഉപ്പ് തിന്നത് നമ്മുടെ അടിവയറ്റിൽ നിന്ന് ഉയരുന്ന ആ നന്ദിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതാണ് രാജ്യസ്നേഹം. ഈ രാഷ്ട്രത്തിൽ നമുക്ക് ഈ രാഷ്ട്രം നമ്മെ മനുഷ്യരാക്കി എന്നുള്ള നന്ദിയാണ്. ആരാധ്യ പുരുഷന്മാരും യുവതലമുറക്കാരും അടക്കമുള്ളവർ ഫാഷിസത്തിന്റെ ഈ നിറം പിടിപ്പിച്ച കനികൾക്ക് പിന്നാലെ പോയി തുടങ്ങിയതൊരു വാസ്തവമാണ്. അവർക്ക് അത്ഭുതകരമെന്നേ പറയുള്ളൂ. കേരള മുഖ്യധാരയിൽ വർഗീയ ഫാഷിസത്തിലേക്ക് കടന്നുപോയ എഴുത്തുകാർക്ക് യാതൊരു വിലയിടിവും വന്നിട്ടില്ല. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മലയാളിയുടെ അക്ഷരത്തോടുള്ള ആരാധന. ആ അമൂല്യമായ മനോഗുണതയാണ് ഫാഷിസത്തിലേക്ക് കാലുമാറുന്നവർ വഞ്ചിക്കുന്നത്. ജനാധിപത്യത്തിന്റെ ഈ ഇത്തരമൊരു പ്രതിസന്ധിയിൽ ഇത്തരമൊരു ഇരട്ടത്താപ്പിലേക്ക് അധപ്പതിക്കുന്ന ബുദ്ധിജീവിയും എഴുത്തുകാരനും അവരെ വിശേഷിപ്പിക്കാൻ ഒരു കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകൻ സമീപകാലത്ത് പ്രയോഗിച്ച് വളരെ ആദ്യമായിട്ടാണ് മുഖ്യധാര ഡിസ്കോഴ്സിലേക്ക് ആ വാക്ക് വരുന്നത്. അവരെ വിശേഷിപ്പിക്കാൻ ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ വാക്ക് കടം വാങ്ങുകയാണ്. അവരാണ് കുലംകുത്തികൾ. നല്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് അത് സാഹിത്യത്തിലെ കുലംകുത്തികളാണ്, സമൂഹത്തിന്റെയും കുലംകുത്തികളാണ്. നമുക്ക് ഇന്ത്യയെ കെട്ടിപ്പിടിക്കാനുള്ള സമയമാണ് എന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ 68 വർഷം മുമ്പ് ഹിറ്റ്ലറുടെ കുരുതിക്കളത്തിൽ കൂട്ടക്കൊല ക്യാമ്പുകളിലെ അസ്ഥിപഞ്ജരങ്ങളുടെ നടുവിൽ ലോക ജനതയുടെ മുമ്പിൽ തലകുമ്പിട്ട് നിൽക്കേണ്ടി വന്ന ജർമ്മൻ ബുദ്ധിജീവികളെയും എഴുത്തുകാരെയും പോലെ നാമും ആയിത്തീരും. കൂട്ടക്കൊല വിദഗ്ധരാണ് ഇന്ന് ഇവിടെ താരങ്ങൾ എന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ കൈകളിൽ ഫാഷിസ്റ്റ് രക്തക്കഥ പുരളാതിരിക്കട്ടെ. നമുക്കെല്ലാം അറിയാവുന്ന ഒരു പഴഞ്ചൊല്ല് ഞാനിവിടെ ഓർമ്മിക്കുകയാണ്. കേട്ടതാണ് ഞാനിപ്പോൾ, നിങ്ങൾ കേട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. കണക്കപ്പിള്ളയുടെ വീട്ടിൽ വറക്കലും പൊരിക്കലും, കണക്ക് നോക്കുമ്പോൾ കരച്ചിലും പിരിച്ചിലും. നല്ല മലയാളികളുടെ പ്രസിദ്ധമായ ഒരു ഗിഫ്റ്റാണ് ഇത്തരം പഴഞ്ചൊല്ലുകൾ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. വസതില് ഈ പഴഞ്ചൊല്ലുകളുടെ എല്ലാം കൂടി ഒരു ഒന്നാന്തരം ഒരു സമാഹാരം കേരള കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു അമൂല്യമായ ഒരു പുസ്തകമാണ്. മലയാളികളുടെ ജീനിയസ് അവിടെ കിടപ്പുണ്ട്, പ്രതിഭയുടെ ശക്തി. പറയുന്നതാണ്, വർഗീയ ഫാഷിസ്റ്റുകളുടെ ഈ താണ്ഡവം കഴിഞ്ഞ് ഇന്ത്യ മറ്റൊരു ദാരുണമായ കുരുക്ഷേത്രത്തിൽ തകർന്നു കിടക്കുമ്പോൾ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ കിടന്നാൽ കണക്കപ്പിള്ളമാരായ നമ്മൾ ബുദ്ധിജീവികളും എഴുത്തുകാരും ആ വറക്കലിലും പൊരിക്കലിലും ആഘോഷപൂർവ്വം പങ്കെടുത്ത ശേഷം കരച്ചിലും പിഴിച്ചിലുമായിട്ട് നിൽക്കാതിരിക്കാൻ ഇടവരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ജനങ്ങൾ ചോദിക്കും, രക്തദാഹികൾ ഇന്ത്യയെയും ഞങ്ങളെയും തട്ടിയെടുത്തപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ, എഴുത്തുകാരും ബുദ്ധിജീവികളുമായ നാം എങ്ങോട്ട് നോക്കണം എന്നറിയാതെ ജീവച്ഛവങ്ങളെ പോലെ നിൽക്കാൻ ഇടവരാതിരിക്കട്ടെ. നമ്മൾ എഴുത്തുകാരും ബുദ്ധിജീവികളും ആൾ ദൈവങ്ങളല്ല. നമുക്ക് ജനങ്ങളോട് നന്ദി ഉണ്ടാവണം. നമ്മെ നിലനിർത്തുന്നത് ജനങ്ങളാണ്, പണമല്ല. ഇന്ത്യ ഒരു മഹത്തായ രാഷ്ട്രമാണ്. അതിൻ്റെ എല്ലാ കുറ്റങ്ങളോടും കുറവുകളോടും കൂടി അതിനെ പ്രണയിച്ചു തുടങ്ങാൻ സമയമായി എഴുത്തുകാരും
മാറോടണച്ച് സംരക്ഷിക്കാൻ സമയമായി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കൊട്ടേഷനോടുകൂടി ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ ഭീകരതയുടെ ഉയർച്ചയെ മൗനം പാലിച്ച് നോക്കിയിരുന്ന ജർമ്മൻകാരെ പറ്റി, പ്രത്യേകിച്ച് ബുദ്ധിജീവികളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. ഞാൻ ആവർത്തിക്കുകയാണ്. ഹിറ്റ്ലറുടെ കൂട്ടമരണ ക്യാമ്പുകളിൽ ഒന്നില് 7 വർഷം കിടന്ന് രക്ഷപ്പെട്ട മാർട്ടിൻ നിമുളർ എന്നൊരു കവിയും എഴുത്തുകാരനൊക്കെ അദ്ദേഹത്തെ എഴുതിയ ഒരു വരികളുണ്ട്. വളരെ പ്രസിദ്ധമാണ് ഫാഷിസ്റ്റെ പറ്റിയുള്ള ഡിസ്കോഴ്സിൽ. അത് നമ്മൾ എല്ലാവർക്കും ഓർമ്മകൾ ഉണ്ടാകേണ്ടതിനായിട്ട് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുകയാണ്. തോന്നുകൂടി കഴിഞ്ഞു. അതിങ്ങനെയാണ്. ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ പിടിക്കാൻ വന്നു. ഞാനൊന്നും പറഞ്ഞില്ല, കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നു. പിന്നെ അവർ സോഷ്യലിസ്റ്റുകളെ പിടിക്കാൻ വന്നു. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ സോഷ്യലിസ്റ്റ് അല്ലായിരുന്നു. പിന്നീട് അവർ തൊഴിലാളി പ്രവർത്തകരെ പിടിക്കാൻ വന്നു. ഞാൻ ഒന്നും പറഞ്ഞില്ല, കാരണം ഞാൻ തൊഴിലാളി പ്രവർത്തകനല്ലായിരുന്നു. പിന്നീട് അവർ യഹൂദരെ പിടിക്കാൻ വന്നു. ഞാൻ ഒന്നും പറഞ്ഞില്ല, കാരണം ഞാൻ യഹൂദനല്ലായിരുന്നു. പിന്നെ അവർ എന്നെ പിടിക്കാൻ വന്നു. അപ്പോൾ എനിക്ക് വേണ്ടി പറയാൻ ആരും ബാക്കിയുണ്ടായിരുന്നില്ല. ജയ് ഹിന്ദ്. ചിന്തോദ്ദീപകമായ